വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആദ്യ അറസ്റ്റ്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്ത SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജി, ഈ കേസിൽ SIT വീണ്ടും അന്വേഷണം തുടങ്ങിയതിനു ശേഷം ഇത് ആദ്യ അറസ്റ്റാണ്. എന്ത് പങ്കാളിത്തമാണ് ജിതിൻ ഭാസ്കറിന് ഈ കേസിലുള്ളത് എന്ന് SIT കണ്ടെത്തിയിരിക്കുന്നത്? ജിതിൻ ഭാസ്കറിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ പങ്കുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ആ പ്രധാനമായ കണ്ടെത്തൽ ഇങ്ങനെയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, ഉറവിടം കണ്ടെത്തൽ ഇങ്ങനെയാണ്. വിവാദമായ സ്ക്രീൻഷോട്ട് വടകര സ്ക്വാഡ്, കടത്തനാടൻ സഖാക്കൾ, വാവുപ്പാറ സഖാക്കൾ തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്നിവയിൽ നിന്നാണ് പ്രചരിപ്പിച്ചത്. ഇതിൽ വടകര സ്ക്വാഡിന്റെ അഡ്മിന്മാരിൽ ഒരാളാണ് ഈ ജിതിൻ എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് SIT പറയപ്പെടുന്നു. അതായത് തെളിവ് നശിപ്പിക്കാൻ ജിതിൻ ശ്രമിച്ചു എന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. 2024 മാർച്ച് 18 വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു എന്ന് SIT കണ്ടെത്തി. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് 2024 മാർച്ച് 18 വടകര സ്ക്വാഡ് വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമ ഇടപെടലിനാണ് ഗ്രൂപ്പ് രൂപീകരിച്ചത് എന്നാണ് SIT അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. വടകര ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന DYFI നേതാക്കളും വടകര മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന CPM നേതാക്കളുമാണ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് SIT ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. വടകര സ്ക്വാഡ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായ 10-ൽ 6 പേർ ഉണ്ടായിരുന്ന 6 പേരും ചോദ്യം ചെയ്തു. അതിൽ ഒരാളാണ് ജിതിൻ ഭാസ്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യാനുള്ള എല്ലാ ആളുകളെയും നോട്ടീസുകൾ അയച്ച് വിളിപ്പിക്കുകയും 2-3 തവണ ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം ആരംഭിക്കാൻ തുടങ്ങിയത് 2 ആഴ്ചയ്ക്ക് മുൻപാണ്. 2 ആഴ്ച കഴിയുമ്പോഴേക്കും അന്വേഷണ സംഘം കൃത്യമായി തന്നെ കേസ് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കേസിലെ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വലിയ തലത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം തന്നെയും CPM ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് പാർട്ടി സഖാക്കൾക്കാർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല, SIT അന്വേഷിക്കട്ടെ, ഒരു തവണ കോടതിയിൽ പോയി പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചതാണ്. അതായത് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ 2026 ഏപ്രിൽ മാസം പോലീസ്, അതായത് SITക്ക് മുൻപുള്ള അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് അടക്കം കിട്ടാനുണ്ട്, കൃത്യമായ തെളിവുകളില്ല, ഉറവിടം കണ്ടെത്താനായിട്ടില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചത്. ആ കേസിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ DYFIന്റെ പ്രാദേശിക നേതാവ് തന്നെ അറസ്റ്റിലായിരിക്കുന്നു. DYFIയുടെ പ്രാദേശിക മേഖല ഭാരവാഹി കൂടിയാണ് ഈ ജിതിൻ ഭാസ്കർ. ജിതിൻ ഭാസ്കറിനെ കഴിഞ്ഞ ദിവസം DYFI അവരുടെ ഭാരവാഹിത്വത്തിൽ നിന്നെല്ലാം തന്നെ മാറ്റിയിരുന്നു. അന്ന് DYFI പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പങ്കും ജിതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ മേഖലാ സമ്മേളനങ്ങളൊക്കെ നടന്നു വരുന്ന സമയമാണ്, അതുകൊണ്ടാണ് അന്ന് ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറ്റിയതെന്നുള്ള വാദമായിരുന്നു അവർ ഉന്നയിച്ചത്. ഏതായാലും കൃത്യമായി പഴുതടച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു SITയുടെ നേതൃത്വത്തിൽ നടത്തിയത്. SIT തുടരുമ്പോൾ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് DYFI നേതാവ് ജിതിൻ ഭാസ്കർ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം കൂടി ചേരുകയാണ്. ദീപക്, ഈ അന്വേഷണം തുടങ്ങി, പുനരന്വേഷണം SIT തുടങ്ങി, 2 ആഴ്ചക്കുള്ളിൽ ആദ്യ അറസ്റ്റ്, അതൊരു DYFIയുടെ പ്രാദേശിക നേതാവ് കൂടിയാകുമ്പോൾ CPM വലിയ തോതിൽ പ്രതിരോധത്തിലാവുകയാണോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിൽന, ഒന്ന് UDF സർക്കാർ അധികാരത്തിൽ ഏറി വന്ന് രണ്ടാമത്തെ SIT ആണ് യഥാർത്ഥത്തിൽ ഈ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ SIT. ആദ്യ SIT ആലപ്പുഴയിലെ മർദ്ദനമായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട അന്നത്തെ ലാത്തിചാർജ്, ആ ലാത്തിചാർജിനെ തുടർന്നുണ്ടായിരുന്ന കേസുകൾ, ആ കേസിൽ തുടർന്ന് ഒരു SIT രൂപീകരിച്ചു. രണ്ടാമത്തതാണ് ഈ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ്. ആ കേസ് നേരത്തെ അന്വേഷിച്ചും എവിടെയും എത്താതെ പോയ കേസിൽ ഒരു SIT രൂപീകരിക്കുന്നു. റൂറൽ SP യെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് T. ഫറാസ്
പ്രകാശിനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു അത് രൂപീകരിച്ചത്. പക്ഷേ അത് രൂപീകരിക്കുമ്പോൾ തന്നെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അതിന് പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണുന്നു. അതിനുശേഷം ഒരു പ്രൊസീഡിങ്സ് DGP തന്നെ ഒരു SIT രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിൻ്റെ പകർപ്പ് ആദ്യം 24 ആണ് പുറത്തുവിട്ടത്. കൃത്യമായി ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആ തീരുമാനത്തിന് പുറകിൽ, ആ ഉത്തരവിന് പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. SIT വളരെ ശാസ്ത്രീയമായി അന്വേഷണം നടത്തി. ഞാനിപ്പോൾ അല്പം മുൻപ് റൂറൽ SP T ഫറാഷുമായി സംസാരിച്ചു. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ തെളിവുകളിലേക്ക് എത്തിയപ്പോൾ ഈ CPM പ്രവർത്തകൻ, പ്രാദേശിക CPM പ്രവർത്തകനാണ് ജിതിൻ ഭാസ്കർ, DYFIയുടെ ബ്ലോക്ക് ചുമതലക്കാരനാണ്. ആ DYFIയുടെ ബ്ലോക്ക് ചുമതലയുള്ള ജിതിൻ ഭാസ്കറിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും CPIM ഈ കേസിൽ പ്രതിരോധത്തിലാകുന്നു വലിയ തോതിൽ എന്നുള്ളതാണ്. കാരണം ഇത് കാഫിർ സ്ക്രീൻഷോട്ട് യഥാർത്ഥത്തിൽ അത് CPM ഉണ്ടാക്കിയതല്ല എന്ന് വ്യാപകമായി CPM നേതാക്കൾ പ്രചരണം നടത്തിയതാണ്. എന്നാൽ UDF ക്യാമ്പ്, പ്രത്യേകിച്ച് ലീഗ്, കോൺഗ്രസ് അത് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് CPM ആണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ UDF സർക്കാർ അധികാരത്തിലേറി SIT രൂപീകരിച്ച് അതിൽ 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും തന്നെ അറസ്റ്റ് നടക്കുന്നു. ആദ്യ അറസ്റ്റിൽ CPMന്റെ പ്രാദേശിക നേതാവ് DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ജിതിൻ ഭാസ്കർ അറസ്റ്റിലാകുന്നു. കേസിൽ മാത്രവുമല്ല, കേസിന്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ IPC വകുപ്പ് ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ തെളിവുകൾ നശിപ്പിക്കൽ എന്ന വകുപ്പ് കൂടി ചേർക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. IPC 353A വകുപ്പാണ് ഇതിൽ ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു, വിവിധ ഗ്രൂപ്പിൽ ജിതിൻ ഭാസ്കർ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരെ പോലീസ് പറയുന്ന കണ്ടെത്തൽ. മറ്റൊരു കാര്യം, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്രയും കാര്യങ്ങൾ കൂടി ആരോപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ കേസ് ഇവിടെ നിൽക്കാൻ സാധ്യതയില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കൂടുതൽ ഗ്രൂപ്പുകളിലേക്ക് ആരൊക്കെ പ്രചരിപ്പിച്ചു, മാത്രവുമല്ല ഇതിൻ്റെ ഉറവിടം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നുകൂടി SP പറയുകയാണ്. അതായത് ജിതിൻ ഭാസ്കർ ഇത് പ്രചരിപ്പിച്ച കുറ്റമാണ് അയാൾക്ക്, അതുപോലെ തെളിവ് നശിപ്പിച്ച കുറ്റമാണ്. പക്ഷേ സ്ക്രീൻഷോട്ട് ആരുണ്ടാക്കി എന്നുള്ളത് SIT കണ്ടെത്താനേ പോകുന്നുള്ളൂ. ഏതായാലും ആദ്യ പ്രതിയുടെ അറസ്റ്റിൽ തന്നെ CPMനെ പ്രതിരോധത്തിലാക്കിയാണ് രാഷ്ട്രീയമായി ഈ കേസിന്റെ അന്വേഷണം നീങ്ങുന്നത് എന്ന് വിലയിരുത്താനാകും. അശ്വിത, ദീപക്, ഇത് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നതാണ് ജിതിൻ ഭാസ്കറിനെതിരായ കുറ്റം എന്ന് SIT കണ്ടെത്തുമ്പോൾ ഈ ഏറ്റവും സുപ്രധാനമായ ചോദ്യം SITക്ക് മുന്നിലുള്ളത് ആരാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്, അതിന്റെ ആദ്യ ഉറവിടം അതേതാണ് എന്നതാണ്. അതിലേക്ക് SITയുടെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? SITയുടെ തുടർ നടപടികൾ, കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് SIT പോകുമോ? ഇപ്പോൾ T ഫറാഷ് SP-യുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുന്നതേ ഉള്ളൂ. കാരണം FSL റിപ്പോർട്ടുകൾ നിരവധി കിട്ടേണ്ടതുണ്ട്, പല ഫോണുകളും പഴയതാണ്. ഏതായാലും ഇതിൽ വിവിധ അഡ്മിന്മാരെ എല്ലാം കൃത്യമായി പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒരു പൊളിറ്റിക്കൽ പ്രഷർ അന്വേഷണ സംഘത്തിന് മുകളിൽ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ SP ഉൾപ്പെടെയുള്ളവർക്ക് CPM ബന്ധമുണ്ടെന്നും CPM തീരുമാനിച്ച അന്വേഷണ CPM ഭരണകാലത്ത് പ്രധാന തസ്തികകളിൽ ഇരുന്നവരാണ് അന്വേഷണ സംഘത്തിൽ കൂടുതലുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ വലിയ രീതിയിലുള്ള പ്രചരണം നടന്നിരുന്നു. അത് പരാതി നൽകിയ, ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയ പാറക്കൽ അബ്ദുള്ള MLA തന്നെ ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൻ്റെ മുൻപിൽ ഇതിൽ കൃത്യമായ അന്വേഷണം കൊണ്ടുപോവുക എന്നുള്ളത് അവർ ലക്ഷ്യമാക്കിയിരുന്നു. അതിൽ ആ അന്വേഷണത്തിൽ ശാസ്ത്രീയമായി ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവിധ ഗ്രൂപ്പുകളിലേക്ക് ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചത് ജിതിൻ ഭാസ്കർ ആണെന്ന് കണ്ടെത്തി. പക്ഷേ എന്നാൽ ഉറവിടം ഇപ്പോഴും ആരെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് SP അല്പം മുൻപും പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇനിയും കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആദ്യ അറസ്റ്റിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രതിരോധത്തിലേക്ക് CPIM DYFI മാറുന്നു എന്നുള്ളതാണ് ഈ കേസിലെ ഈ അറസ്റ്റ് നൽകുന്ന രാഷ്ട്രീയ നിലപാട് എന്ന് വേണം പറയാൻ. മാത്രമല്ല ഈ കേസിൽ ഒരു SIT വരുന്നതും ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായാണ്. കാരണം സർക്കാർ മാറുന്നു, സർക്കാർ മാറുമ്പോൾ ലീഗിൻ്റെ പ്രധാന നേതാവ് ഒരു പരാതിയുമായി ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, ആഭ്യന്തരമന്ത്രി അത് DGPക്ക് കൈമാറുന്നു, DGP ഒരു SIT രൂപീകരിക്കുന്നു. ആ SIT 2 ആഴ്ച കൊണ്ട് അന്വേഷണം നടത്തി ഒരു CPM പ്രാദേശിക നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി CPM ഈ കേസിൽ, അതായത് വടകരയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അന്ന് KK ശൈലജയും ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ച് പോരാടിയ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചരണായുധമായി വിവാദമാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ CPMനെ പ്രതിരോധത്തിലാക്കുകയാണ് ഈ അറസ്റ്റ് എന്ന് വിലയിരുത്താൻ പറ്റും. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.